നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. എബ്രായർ 13:7. റിമെമ്പർ ദം വിച്ച് ഹാവ് ദ റൂൾ ഓവർ യു, who have spoken unto you the word of God, whose faith follow, considering the end of their conversation. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. ഏറ്റവും നല്ല ഒരു മാതൃകയുള്ള സഭാജീവിതം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ മിടുക്കന്മാരാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച് നമ്മളെ നടത്തിയ ലീഡേഴ്സിനെ ഒരിക്കലും മറക്കരുത്, ഒരിക്കലും ചെറുതായിട്ട് കാണരുത്. നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച് നമ്മളെ നടത്തിയവരെ നമ്മൾ ഓർക്കണം, നമ്മളവരെ മറക്കാൻ പാടില്ല. നേതൃത്വത്തെ ആദരിക്കാത്ത ഒരു തലമുറയാണിത്. മാതാപിതാക്കളെ പോലും ആദരിക്കാൻ വിഷമമോ, എല്ലാം സ്വന്തം കഴിവുകൊണ്ട് നേടിയെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. ആരും ആരോടും കടപ്പെട്ടിരിക്കുന്നില്ല, ആർക്കും ആരോടും നന്ദിയില്ല, ആരും ആരെയും ഓർക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയൊരു ചിന്ത പൊതുവെ ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നു. ഇതിൻ്റെ നടുവിൽ ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ പൊട്ടിമുളച്ചു വന്നതല്ല. നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയുടെ പുറകിൽ ആരൊക്കെയോ വെള്ളമൊഴിച്ചിട്ടുണ്ട്, ആരൊക്കെയോ വളമിട്ടിട്ടുണ്ട്, ആരൊക്കെയോ വിത്തിട്ടിട്ടുണ്ട്, ആരൊക്കെയോ നിങ്ങളെ കൈപിടിച്ച് താങ്ങിയിട്ടുണ്ട്. മറക്കണ്ട. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രസംഗമോ അവരുടെ ഏതെങ്കിലും ഒരു സീസണോ മാത്രം ശ്രദ്ധിക്കാതെ അവരുടെ ഹോൾ ലൈഫ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതെ, മാതൃകയാക്കാൻ നമുക്ക് നേതൃത്വങ്ങൾ ഉണ്ടായിരുന്നു. ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അതെ, അവരെ നമുക്ക് മാതൃകയാക്കാം എന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുകയായിരുന്നു. അവരുടെ ജീവാവസാനം നമുക്ക് ഓർക്കാം, അവരുടെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഓർക്കാം, അവരുടെ വചന ജ്ഞാനം നമുക്ക് ഓർക്കാം, അവരുടെ സ്നേഹം നമുക്ക് ഓർക്കാം, അവരുടെ കരുതൽ നമുക്ക് ഓർക്കാം, അവരുടെ ധൈര്യപ്പെടുത്തലുകളെ, എൻകറേജ്മെൻറ്റ്സിനെ നമുക്ക് ഓർക്കാം. അതോടൊപ്പം അവരുടെ ജീവിത അവസാനത്തെ നാം ശ്രദ്ധിച്ചാൽ രോഗവും ദുഃഖവും വേദനയും ഞരക്കവും നിലവിളിയും അനുതാപവും ഒക്കെ ജീവാവസാനത്ത് ദൈവദാസന്മാർക്കുണ്ടാകുന്നുണ്ട്, ഭക്തന്മാർക്കുണ്ടാകുന്നുണ്ട്. ദുഷ്ടന്മാർക്കല്ല, ഭക്തന്മാർക്ക് ജീവാവസാനത്തിൽ വേദനകൾ, പ്രയാസങ്ങൾ, നെടുവീർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അത് നാം നോക്കണം. അത് നാം നോക്കുമ്പോൾ അവരും മനുഷ്യരാണെന്നും അവർ ബലഹീനരാണെന്നും നമ്മൾ അവർക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കണമെന്നും നമുക്ക് ബോധ്യപ്പെട്ടു വരും. നമ്മളെ നടത്തിയവരെ നാം ഓർക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ജീവാവസാനം നോട്ട് ചെയ്യുകയും ചെയ്യണം. അവരുടെ വിശ്വാസം അനുകരിക്കണം. വാർദ്ധക്യത്തിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ നടുവിലും അവർ ആ പുസ്തകം കൈവിടാതിരുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, ജീവിതത്തിൽ അത് ഫോളോ ചെയ്യുവാൻ നമുക്ക് ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ.